ആർക്ക് ലെങ്ത്. അതായത് നമ്മൾ ഇത്രയും നാൾ ഇവിടെ ഇന്റഗ്രേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത്? ഒരുപാട് പീസസാക്കി മുറിക്കുക, പിന്നെ അതിൻ്റെ അണ്ടറിൽ ഏരിയയോ വോളിയോ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക, എന്നിട്ട് എല്ലാത്തിനെയും കൂടെ കൂട്ടുക. അതാണല്ലോ, അതായത് സ്പ്ലിറ്റിങ് ഞാൻ തന്നെ ഇന്റഗ്രേറ്റിംഗ്, അതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പം കർവുകളിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയ അണ്ടറത്തെ കർവ് കണ്ടുപിടിക്കാൻ ഒരുപാട് ചെറിയ റെക്ടാങ്കിൾസ് ആക്കി മുറിക്കുന്നു, എന്നിട്ട് ഓരോ റെക്ടാങ്കിൾ ഏരിയ കണ്ടുപിടിക്കുന്നു, അവരെ ആഡ് ചെയ്യുന്നു. അത് നമ്മുടെ 3D ഷേപ്പുകളിൽ വന്നപ്പോൾ അത് ഒരുപാട് സ്ലൈസസ് ആക്കി മുറിക്കുന്നു, ഓരോ സ്ലൈസിന്റെ വോളിയം കണ്ടുപിടിക്കുന്നു, അങ്ങനെ എല്ലാ സ്ലൈസസിന്റെ വോളിയം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ വോളിയം കിട്ടുന്നു. എന്നാൽ നമുക്ക് ഇതേ സാധനം തന്നെ ഒരു ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചെയ്തൂടെ? ഓക്കെ, പറയുമ്പോൾ ആർക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ, അതായത് നമ്മുടെ സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് മുറിച്ചെടുത്തെന്ന് വെച്ചാൽ അതൊരു ആർക്കാണ്. മനസ്സിലായോ? സർക്കിൾ മാത്രമല്ല, അതായത് ഏതൊരു കർവിൽ നിന്നും ചെറിയൊരു പീസ് മുറിച്ച് വെളിയിലെടുത്താൽ അത് ആർക്കാണ്. അതായത് വേണ്ട, ഇതൊരു കർവാണ്, കണ്ടില്ലേ? ഈ കർവിൽ നിന്ന് ഞാൻ ഈ പാർട്ട് തൊട്ട് ഈ പാർട്ട് വരേക്ക് മുറിച്ചെടുത്താൽ ഇത്രയും കിട്ടുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ, അതൊരു ആർക്ക് ലെങ്ത് ആണ്. അല്ല, ഈ കർവ് മൊത്തത്തിലും ഒരു ആർക്ക് ലെങ്ത് ആണ്. അല്ലാതെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ആർക്ക് ലെങ്ത് ആണ്. ഓക്കെ, അതാണ് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ബേസിക്കലി നമുക്ക് ഇത്രയും നേരം നമ്മൾ ഇന്റഗ്രൽ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾക്കൊരു കർവ് കിട്ടിയാൽ നമ്മളെ കർവിന്റെ അണ്ടറിലുള്ള, ഓക്കെ, സപ്പോസ് ഇതാണ് നമ്മുടെ കർവെങ്കിൽ ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയയാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ എപ്പോഴേലും ഈ കർവിന്റെ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കർവിന്റെ അണ്ടറിലുള്ള ഏരിയയാണ്. സോ നമ്മൾ ഇന്ന് ആ കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ് ബേസിക്കലി. ഓക്കെ, എങ്ങനെ? സെയിം ട്രിക്ക് ഇന്റഗ്രേഷനെ ഉപയോഗിച്ച ഈ കർവിനെ ഒരുപാട് പീസസ് ആക്കി മുറിക്കുക, ഓരോ പീസിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്, അതാണ് പറഞ്ഞു തരാനും പോകുന്നത്. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഈ കാണുന്ന ട്രയാങ്കിൾ കണ്ടില്ലേ, ഇത് ഈ കാണുന്ന ഈ ആർക്കിന്റെ സൂംഡ് വെർഷൻ ആണ്. ഓക്കെ, അതായത് ഇപ്പതാ ഞാൻ ഒരുപാട് പീസാക്കി മുറിക്കുമ്പോൾ അത് വളരെ ചെറുതായി പോകും, പിന്നെ സൂം ഇൻ ചെയ്തൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതിനെക്കാട്ടി ചെറുതാണ്ടേ, അതിന്റെ സൂംഡ് വെർഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, കണ്ടില്ലേ? സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന ബ്ലൂ കർവ് കണ്ടില്ലേ, അത് തന്നെയാണ് കണ്ടേ ഈ കാണുന്ന ബ്ലൂ കർവ്. ഈ കാണുന്ന യെല്ലോ ലൈൻ കണ്ടില്ലേ, അത് തന്നെയാണ് ഈ കാണുന്ന യെല്ലോ ലൈനും. ഓക്കെ, ഈ നമ്മുടെ മൊത്തം കർവിന്റെ ലെങ്തിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ അതിനെ ഓരോ പീസസ് ആക്കി മുറിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തോ വിളിക്കും? ഡെൽറ്റ എസ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്ക്, 4 സെഗ്മെന്റ് ഉണ്ട്. അപ്പം ഈ കാണുന്ന ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ആർക്ക് ലെങ്ത്. നമ്മളൊരു ആർക്ക് ലെങ്ത് എടുക്കുമല്ലോ, അപ്പൊ നമ്മളുടെ ഒരു ആർക്ക് ലെങ്ത് എടുത്ത് ഈ കാണുന്നതാണ് സപ്പോസ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ആർക്ക് ലെങ്ത്. ഏത് ആർക്ക് വേണമെങ്കിൽ നമ്മൾ എടുക്കാം, നമുക്ക് പക്ഷേ ഈ ഒരു ആർക്ക് എടുത്തേ ഉള്ളൂ, അത് സിംപ്ലിസിറ്റി. അപ്പൊ ഈ ആർക്ക് എടുത്താൽ ഇതിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എക്സ് കമ്പോണന്റ് ഉണ്ട്, കണ്ടോ? ഓക്കെ, കണ്ടില്ല, ഒരു ഡെൽറ്റ എക്സ് കമ്പോണന്റ് ഉണ്ട്. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ വൈ കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, അത് രണ്ടും മനസ്സിലായി. ആൻഡ് ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ എസ്. ഓക്കെ, മാറിപ്പോയി, ഇത് ഡെൽറ്റ എക്സും ഇത് ഡെൽറ്റ എസും ആണ്. ഓക്കെ, കമ്പോണന്റും ഉണ്ട്. ഇനി ചിലർക്ക് സംശയം തോന്നും, അതിന്റെ ഡെൽറ്റ ഡെൽറ്റ എന്ന് വിളിക്കുന്നതിന് ഡി എസ് ഡി എക്സ് ഡി വൈ അല്ലേന്ന്. ഓക്കെ, അത് വേറൊന്നുമില്ല, സിമ്പിൾ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ്. അതായത് നമ്മൾ ഈ ഡി എസ് ഡി എക്സ് ഡി വൈ എന്നൊക്കെ വിളിക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മൾ പൊതുവെ അങ്ങനെ വിളിക്കാറുള്ളത് വളരെ ഇൻഫിനിറ്റിസിവലി ചെറുതായിട്ടുള്ള വാല്യൂകളെയാണ്. മനസ്സിലായോ? പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ഈ കാണുന്ന ഡെൽറ്റ എസ് അത്യാവശ്യം വലുതാണ്, ഈ കാണുന്ന ഡെൽറ്റ എക്സും അത്യാവശ്യം വലുതാണ്, ഈ കാണുന്ന ഡെൽറ്റ വൈയും അത്യാവശ്യം വലുതാണ്. ഓക്കെ, ഇവര് ഒരുപാട് പീസസ് ആക്കി മുറിച്ചാൽ ഇപ്പൊ തന്നെ നോക്ക്, ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ഡെൽറ്റ എസും വളരെ ചെറുതാണ്, അതായത് ഇവിടെ മാത്രമായിട്ട് നിൽക്കുന്നവരാ. പക്ഷേങ്കിൽ ഈ കേസിൽ അവര് വലുതാ. സോ വലുതായിട്ടുള്ളതിനെ നമ്മൾ യൂഷ്വലി ഡെൽറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. അവര് ഇൻഫൈനൈറ്റ് ആയിട്ട് ചെറുതാകുമ്പോഴാണ് നമ്മളവരെ യൂഷ്വലി ഡി എസ് ഡി എക്സ് ഡി വൈ എന്ന് വിളിക്കാറ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഈ കേസിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നോണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ എന്താണ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ സംശയമാണ്, നിങ്ങൾ ഡി എസ് ഡി എക്സ് ഡി വൈ തന്നെ വിളിച്ചോ. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചില എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലിയർ ആയിട്ട് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊരു ഡി എസ് കമ്പോണന്റ് ഉണ്ട്, ഇതിനൊരു ഡി എക്സ് കമ്പോണന്റ് ഉണ്ട്, ഡി വൈ കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, ഇത് അതിന്റെ സൂംഡ് വെർഷൻ ആണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ആസ് യൂഷ്വൽ ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ച് നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ട് മുറിക്കാൻ പോവുക. ഓക്കെ, ഇതാ ഇൻഫൈനൈറ്റ് ആയിട്ട് മുറിക്കുന്നു. ഇവിടെ നമ്മുടെ ലിമിറ്റേഷൻ കാരണം നമ്മൾ 60 പീസാക്കി മുറിക്കുന്നുള്ളൂ. പക്ഷെ ഇറ്റ് മാത്സ്, 60 എന്നും പറയുന്ന നമ്പർ ഇറ്റ്സ് നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഇൻഫിനിറ്റി. നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് മുറിക്കാം. മുറിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടേ, ആദ്യം വെറും 4 സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കർവ് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് ഇരിക്കുകയും
ഈ കാണുന്ന യെല്ലോ സ്ട്രൈറ്റ് ലൈൻ ഇതുവാ. രണ്ടും തമ്മിൽ കൺസിഡറബിൾ വ്യത്യാസമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ദാ ഒരുപാട് പീസസ് ആക്കി മുറിക്കുമ്പോൾ അതാണ് നിങ്ങൾ ഈ ട്രയാങ്കിളിലോട്ട് നോക്കണേ. ഒരുപാട് പീസസ് ആക്കി മുറിക്കുമ്പോൾ ഈ നമ്മുടെ ബ്ലൂ കർവ് ഈ യെല്ലോ ലൈനിലോട് മാച്ച് ആയി വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതാണ്ട് ശ്രദ്ധിച്ച് നോക്ക്. ഇപ്പതാ ഈ കാണുന്ന ബ്ലൂ കർവ് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കാണുന്ന യെല്ലോ ലൈൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവർ തമ്മിൽ ദാ ഇത്രയും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ ദാ ഒരുപാട് സെഗ്മെന്റ്സ് ആക്കി കട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ആ ഗ്യാപ്പ് വളരെ ചെറുതാവുന്നു. അപ്പോൾ എന്ത് പറ്റി? 60 സെഗ്മെന്റ് ചെയ്താൽ ഇത്രയും ചെറുതായെങ്കിൽ നമുക്കറിയാം ഓക്കെ ഇൻഫിനിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ അവർ എക്സാക്ട്ലി സെയിം ആവും. അതാണല്ലോ നമ്മുടെ യൂഷ്വൽ റൂൾ. ഇനി ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ തോന്നും, ഇവിടെ ദാണ്ട ഇവിടെ ഡിവൈയും ചെറുതാവുന്നുണ്ട്, ഡിഎസും ചെറുതാവുന്നുണ്ട്, പക്ഷേ ഡിഎക്സ് അതുപോലെ തന്നെ നിൽക്കുന്നില്ല. ഏതാണ്ട് നോക്കുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ. ഇതൊരു സൂംഡ് വ്യൂ മാത്രമാണ്. നിങ്ങളിതാ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാ ഇപ്പം ഡിഎക്സിന്റെ ലെങ്ത് ഇത്ര ഉണ്ടായിരുന്നു, ഡിവൈയുടെ ലെങ്ത് ഇത്ര ഉണ്ടായിരുന്നു, ഡിഎസിന്റെ ലെങ്ത് ഇത്ര ഉണ്ടായിരുന്നു. ഇവിടെ 4 സെഗ്മെന്റ് ആയിരുന്നു പാട. 5 സെഗ്മെന്റ് ആയപ്പോൾ തന്നെ ഉണ്ടോ ഡിഎക്സ് വെറും ഇത്രയായി. ഓക്കെ, നേരത്തെ ഇത്രയെങ്ങാണ്ട് ഉണ്ടായിരുന്നതാ, ഇപ്പൊ അതാ ഇത്രയായി. ഇപ്പൊ ഡിഎക്സും ചെറുതായി, ഡിവൈയും ചെറുതായി, ഡിഎസും ചെറുതായി. മനസ്സിലായ? അതായത് ഞാൻ ഇവിടെ സെഗ്മെന്റ്സ് ആക്കി കട്ട് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം ഒരുപോലെ ഡിഎസും ഡിഎക്സും ഡിവൈയും ചെറുതാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത്രയും സെഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എനിക്ക് ഒന്നെങ്കിൽ either ഡിഎക്സിന്റെ ലെങ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ഡിവൈയുടെ ലെങ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ഡിഎസിന്റെ ലെങ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഏത് കുറച്ചാലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി രണ്ട് വാല്യൂസും വേരി. പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ പതിവായിട്ടും എപ്പോഴും ചെയ്തുകൊണ്ട് വരാറ് എന്താണ്? എക്സ് കമ്പോണന്റ് ആണ് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാറ് ലിമിറ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിഎക്സിനെ കുറയ്ക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ബേസിക്കലി ഇവിടെ 4 സെഗ്മെന്റ് എന്ന് വിളിച്ച് അടുത്ത സെഗ്മെന്റിലോട്ട് പോകുന്നു എന്നതിന്റെ അർത്ഥം നമ്മൾ ഡിഎക്സ് കമ്പോണന്റ് ആണ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത്. ഡിഎക്സ് കമ്പോണന്റ് കുറയ്ക്കുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഡിവൈ കമ്പോണന്റും ഡിഎസ് കമ്പോണന്റും കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൺലി എ സൂംഡ് വ്യൂ ഒള്ളി. ഓക്കെ, ഒരിക്കലും തെറ്റിദ്ധരിക്കല് ഡിഎക്സ് മാറുന്നില്ലല്ലോ. ഇതൊരു സൂംഡ് വ്യൂ മാത്രമാണ്. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ അത്രയും സെഗ്മെന്റ്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന ബ്ലൂ കർവ് ഓൾമോസ്റ്റ് യെല്ലോ ലൈൻ ആവുന്നു, ഇൻഫൈനൈറ്റ് ആയിട്ട് മുറിച്ചാൽ സെയിം ആവുന്നു. അപ്പൊ അവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്? ഇതൊരു ട്രയാങ്കിൾ അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അതുകൊണ്ടത് തന്നെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നിയർലി ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇവിടെ നിയർലി ഈക്വൽ ടു എന്ന് ഇട്ടേക്കുന്നത്. അതിന്റെ കാര്യം എന്താ? കാരണം 60 സെഗ്മെന്റ് ആയിട്ട് മുറിച്ചിട്ടുള്ളൂ. ഇൻഫൈനൈറ്റ് സെഗ്മെന്റ് ആക്കി മുറിച്ചാൽ ഈ നിയർലി ഈക്വൽ ടു മാറി എക്സാക്ട്ലി ഈക്വൽ ആവും. ഓക്കെ, അതായത് ഈ താഴെ പറഞ്ഞേക്കുന്നത് as is right to right dx approaches 0, അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഡെൽറ്റ എക്സ് അത്രത്തോളം ചെറുതാവുന്നു, അതായത് അത്രത്തോളം സെഗ്മെന്റ്സ് ആക്കി കട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം ആ ബ്ലൂ കർവ് ഫ്ലാറ്റ് ആയി നമ്മുടെ യെല്ലോ ലൈനോ എക്സാക്ട്ലി അങ്ങനെ വന്നാൽ ഈ നിയർലി ഈക്വൽ ടു മാറി ഈക്വൽ ടു എന്നോ. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? ds ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ dx ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dx എന്നുണ്ട്. അതിന്റെ കാര്യം എന്താ? നമ്മൾ dxനെ കോമൺ ആയിട്ട് എടുത്ത് വെളിയെടുത്ത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ds കിട്ടി. ds എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ബ്ലൂ ആർക്കിന്റെ ലെങ്ത്, അതായത് ഉണ്ടേ ഈ കാണുന്ന ബ്ലൂ ആർക്കിന്റെ ലെങ്ത് ആണ് ds. ഓക്കെ, അതായത് ഒരു ചെറിയ ആർക്കിന്റെ ലെങ്ത് നമുക്ക് കിട്ടി. അപ്പൊ ഈ കാണുന്ന ഫുള്ള് കർവിന്റെ ലെങ്ത് കിട്ടണേ എന്ത് ചെയ്യണം? അങ്ങനെ കിട്ടിയ എല്ലാ ആർക്കിന്റെ ലെങ്ത് കൂട്ടണം, ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, എവിടുന്ന് എവിടം വരെ? നമുക്കൊരു ഇന്റർവെല്ല് കാണും, a തൊട്ട് b വരെ. സപ്പോസ് ഇതാ എയും ഇതാ ബി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്ത് സം ഓഫ് ലെങ്ത് ഓഫ് ഓൾ ആർക്ക് ലെങ്ത് ഫ്രം എ ടു ബി. സിമ്പിൾ, തീർന്നില്ലേ? ഇതാണ് അതിന്റെ ബേസിക് ഇന്റഗ്രൽ. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഇതാണ് ആർക്ക് ലെങ്ത്. ഇനി വളരെ ഒരു ഡീപ് കോൺസെപ്റ്റ് ആയിട്ട് ഒരു സാധനം പറയണത്, നമ്മൾ പഠിച്ചിട്ടുള്ള പല മാത്സിന്റെ സാധനവും ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നേരെ അടുത്തതിലോട്ട് വരാം. നമ്മള് ഇവിടെ ആർക്ക് ലെങ്ത് തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ എടുക്കുന്ന കർവ് ഒരു യൂണിറ്റ് സർക്കിൾ ആണ്. ഓക്കെ, യൂണിറ്റ് സർക്കിൾ എന്താണെന്ന് ഓൾറെഡി അറിയാലോ. നമുക്കൊരു യൂണിറ്റ് സർക്കിളിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. സോ അത് തന്നെയാണ് ഈ കാണുന്നത്. അതിനെ ഒന്ന് റീഫാക്ടർ ചെയ്ത് എഴുതിയേക്കുന്നതേ ഉള്ളൂ. y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വൈയുടെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ യൂണിറ്റ് സർക്കിൾ. ഇത് ഹാഫേ കൊടുത്തിട്ടുള്ളൂ, സ്വന്തമായി തെറ്റിദ്ധരിക്കേണ്ട. ഫുൾ സർക്കിൾ വേണേ വരയ്ക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? dy ബൈ dx എടുക്കാം. നമ്മുടെ ഓൾറെഡി y ഉണ്ടല്ലോ, അതായത് ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്
dx എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d/dx ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2. ഇതെന്താണ്? നമ്മളിപ്പോൾ ഈ മേളിൽ കണ്ട സാധനം തന്നെയാണ് ഇത്. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിനെ 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. ഡെറിവേറ്റീവ് എടുക്കാൻ dy/dx. നമ്മൾ നോർമൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ ഈ കാണുന്നത് ഫ്രണ്ടിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യും? 1 മൈനസ് 1/2 മീൻസ് 1/2 മൈനസ് 1 എന്ന് വരും. അപ്പോൾ അത് നോർമൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഒരു പേപ്പറും പേന എടുത്ത് നിങ്ങളായിട്ട് തന്നെ ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഡാഷ് ഈക്വൽ ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയ y ഡാഷ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫുൾ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഫുൾ സർക്കിളിന്റെ എന്ത് ആർക്ക് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, പെരിമീറ്റർ എന്ന് പറയുന്ന 2πr ആണ്. r എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 2π ആണല്ലോ. ഓക്കെ, അത് എനിക്കും അറിയാം. ഞാൻ വേറെ സാധനം പറയാനായിട്ടാ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ആണ് കാണാൻ പോകുന്നത്. നമ്മൾ അതിന് വരെ എന്ത് ചെയ്യാൻ പോവാ? ഒരു ആർക്കിന്റെ പീസ് കൺസ്ട്രക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ആർക്ക്, 0 തൊട്ട് a വരെ. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്. ഇന്റഗ്രൽ ഫ്രം 0 ടു a റൂട്ട് ഓഫ് 1 പ്ലസ് y ഡാഷ് ദ ഹോൾ സ്ക്വയർ dx. ഈ ഇക്വേഷൻ എവിടെ നിന്നാ വന്നത്? വേറെ എവിടെ നിന്നല്ലതാ ഇത്. നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ച എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? y ഡാഷ്, അതേ dy/dx. ഈ ഇതേ ഇക്വേഷൻ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. സോ ഇക്വേഷൻ എവിടെ നിന്ന് വന്നാൽ നമുക്കറിയാലോ. അതായത് ഈ കാണുന്ന ഫുൾ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. നമുക്ക് എന്തുണ്ട്? നമുക്ക് y ഡാഷ് എന്താണെന്ന് അറിയാം. y ഡാഷ് എന്താ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രൽ ഫ്രം 0 ടു a ആണ്. അതായത് നമുക്ക് തൽക്കാലം ഇവിടം തൊട്ട് ഇവിടം വരെ മാത്രമുള്ള ആർക്കിന്റെ ലെങ്ത് കിട്ടിയാൽ മതി. ഓക്കെ, അതായത് എനിക്ക് ഈ ഫുൾ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് സപ്പോസ് തൽക്കാലത്തേക്ക് വേണ്ട. എനിക്ക് ഈ 0 തൊട്ട് a വരേക്ക് മാത്രമുള്ള ആർക്കിന്റെ ലെങ്ത് മതി. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അതാ പറഞ്ഞത്, ഫുൾ സർക്കിളിന്റെ ലെങ്ത് നമുക്കറിയാം 2π ആണ്. ഓക്കെ, തെറ്റില്ലല്ലോ. ഫുൾ സർക്കിളിന്റെ ലെങ്ത്, ഫുൾ സർക്കിളിന്റെ പെരിമീറ്റർ. പക്ഷെ എനിക്കിതാ ഇത്രയും വരെയുള്ള ആർക്കിന്റെ മാത്രം ലെങ്ത് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? എന്റെ ഇന്റർവെല്ലിൽ ഫ്രം 0 ടു a എന്നാണ് എടുക്കുന്നത്. എടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ ഒരു പേപ്പറും പേന എടുക്കുക, ചെയ്തു നോക്കുക. എല്ലാം കഴിഞ്ഞാണ്ട താഴോട്ട് വരുന്നു. ഈ 1 മൈനസ് എക്സ് കോണെ മേളിൽ കൊടുക്കുന്നു, കട്ട് ചെയ്യുന്നു. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇന്റഗ്രൽ ഫ്രം 0 ടു a 1/√ ഓഫ് 1 മൈനസ് എക്സ് കോൺ dx എന്ന് കിട്ടും. കിട്ടിയേ? ഇവനെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഈ അകത്ത് കിടക്കുന്ന സാധനത്തിന് ഈ ലിമിറ്റ് വിട്. ഇന്റഗ്രൽ 1/√ ഓഫ് 1 മൈനസ് എക്സ് കോൺ dx എന്ന് പറഞ്ഞ സാധനത്തിന് എവിടെയും കണ്ടിട്ടുണ്ടോ? യെസ്, ഉണ്ട്. ഇതിന്റെ റിസൾട്ട് ആണ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇന്റഗ്രൽ ഓഫ് 1/√ ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx എന്ന് പറയുന്ന സാധനത്തിന്റെ റിസൾട്ട് ആണ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ആർക്ക് ലെങ്ത്, ഏത് ആർക്ക് ലെങ്ത്? ഈ കാണുന്ന ആർക്ക് ലെങ്ത്. ഓക്കെ, ഈ കാണുന്ന ആർക്ക് ലെങ്ത് 0 തൊട്ട് a വരേക്കുള്ള ആർക്ക് ലെങ്ത് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ബൗണ്ട് ഉണ്ട് ഫ്രം 0 ടു a. അപ്പൊ എന്ത് ചെയ്യാം? ആർക്ക് ലെങ്ത് ഈക്വൽ ടു അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് a മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 എന്താ നമുക്ക് ഓൾറെഡി അറിയാം, 0 തന്നെയാണ്. സോ ആർക്ക് ലെങ്ത് എന്തോ സൈൻ ഇൻവേഴ്സ് a. നമുക്ക് എന്താണ് കിട്ടിയത്? ഈ പറയുന്ന ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി സൈൻ ഇൻവേഴ്സ് a ആണെന്ന് നമുക്ക് കിട്ടി. ഈ ആർക്ക് ലെങ്ത്, ഓക്കെ, സൈൻ ഇൻവേഴ്സ് a ആണെന്ന് നമുക്ക് കിട്ടി. തൽക്കാലത്തെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആർക്ക് ലെങ്തിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ആർക്ക് ലെങ്തിനെ സപ്പോസ് ഒന്ന് തീറ്റ എന്ന് വിളിക്കാം. അങ്ങനെ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് a എന്ന് കിട്ടും. അങ്ങനെ കിട്ടിയാൽ a ഈക്വൽ ടു സൈൻ തീറ്റ. ഗൈസ്, നമ്മൾ എന്താ സൈൻ തീറ്റ എന്ന് ആക്ച്വലി ഡിഫൈൻ ചെയ്ത് ഇവിടെ. ഓക്കെ, കണ്ടില്ല? അതായത് നമുക്ക് എന്ത് കിട്ടി? സൈൻ തീറ്റ ഈക്വൽ ടു a. അതായത് ഈ a എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ സൈൻ തീറ്റ എന്താന്ന് ആക്ച്വലി ഇവിടെ ഡിഫൈൻ ചെയ്തതാ. സൈൻ തീറ്റ എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ അത് താഴെ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി സൈൻ തീറ്റ. ദിസ് ഈസ് ദ ആക്ച്വൽ മീനിങ് ഓഫ് സൈൻ തീറ്റ. മനസ്സിലായോ? ഓക്കെ, ഈ കാണുന്ന കർവ്ഡ് ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി നമ്മുടെ തീറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മൾ തീറ്റ എന്തിലാണ് വിളിക്കാറുള്ളത്? റേഡിയൻസിലാണ്. സോ കണ്ടില്ലേ ബ്യൂട്ടി? നമ്മൾ ഇവിടെ ആക്ച്വലി സൈൻ തീറ്റ എന്താന്ന് ഡിഫൈൻ ചെയ്തു. കണ്ടോ? ഓക്കെ, സോ അപ്പോൾ കുറച്ച് പേർക്ക് സംശയം തോന്നും. കാരണം നമുക്കിതാ ഇതിന്റെ ഫോർമുല സൈൻ ഇൻവേഴ്സ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നമ്മൾ ശരിക്കും ഇതിലോട്ട് എത്തിപ്പെട്ടേന്ന്. ആണ് ഉള്ളത് തന്നെ. എന്നാൽ നമ്മൾ ആക്ച്വലി എന്താണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തത്? സൈൻ തീറ്റ എന്ന സാധനം എന്താണ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. നമ്മൾ എന്താ കിട്ടിയത്? സൈൻ തീറ്റ ഈക്വൽ ടു
അത് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, നമ്മുടെ കർവ് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ ഉണ്ടാക്കുന്ന ഈ കർവ്ഡ് ഡിസ്റ്റൻസ് ആണ് തീറ്റ. യൂഷ്വൽ നമ്മൾ റേഡിയനിൽ വിളിക്കുന്നത്. ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് സൈൻ തീറ്റ. സിമ്പിൾ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് കോസും കാണിച്ചു തരാം. സെയിം അവസ്ഥ തന്നെ, എല്ലാം സെയിം. ഡി എക്സ് ബൈ ഡി വൈ കണ്ടുപിടിക്കുന്ന എല്ലാം സെയിം. പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ, നമ്മുടെ കർവ് ഇവിടുന്ന് മേലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റിൽ 0 to a എടുത്തേക്കുന്നത്, ഇവിടെ ഡി വൈയും എടുത്തേക്കുന്നത്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ അത് നോക്കിയാൽ മതി, സെയിം സാധനം. ഡി വൈ ബൈ ഡി എക്സിന് വരെ നമ്മളിവിടെ ഡി എക്സ് ബൈ ഡി വൈ എടുക്കും. ഓക്കെ, ആൻഡ് ഓൾറെഡി നമുക്ക് എക്സ് എന്താണെന്ന് അറിയാം, റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സിന് പകരം ഡി എക്സ് ബൈ ഡി വൈ എടുക്കുന്നു. -5 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ കിട്ടുന്നു. നേരത്തെ കൂട്ട് തന്നെ. ഇന്റർവെൽ എവിടെ, 0 തൊട്ട് എ വരെ. ഓക്കെ, ഇപ്പൊ ഇന്റർവെൽ ഇങ്ങോട്ടാണ്, 0 തൊട്ട് എ വരെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഫ്രം 0 to എന്ന് കിട്ടുന്നു. ആൻഡ് ഇതാണ് കോസ് ഇൻവേഴ്സ് വൈ. മനസ്സിലായി? ഇതാണ് കോസ് ഇൻവേഴ്സ് വൈയുടെ ഇക്വേഷൻ. അതായത് ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഡി വൈ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റർവെൽ ഉണ്ട്, 0 തൊട്ട് എ വരെ. അപ്ലൈ ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നു? ആർക്ക് ലെങ്ത് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ആർക്ക് ലെങ്തിനെ തീറ്റ എന്ന് വിളിച്ചാൽ എ ഈക്വൽ ടു കോസ് തീറ്റ. അതായത് കോസ് തീറ്റ നമ്മൾ ഇതുപോലെ സൈൻ തീറ്റയുടെ കൂട്ട് തന്നെ ഡിഫൈൻ ചെയ്തു. വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ ആർക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ ആ ഉണ്ടാക്കുന്ന കർവ്ഡ് ഡിസ്റ്റൻസ് ആണ് തീറ്റ എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് കോസ് തീറ്റ. സിമ്പിൾ. കൊസൈൻ. ഓക്കെ, കൊസൈൻ കോസ് തീറ്റ. സിമ്പിൾ. കണ്ടുപിടിച്ച സെയിം സാധനം. ഓക്കെ, മേ ബി ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും ഇവിടെ എന്താ നമ്മൾ ഡി വൈ എന്ന് എടുത്തേക്കുന്നത്. അവിടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നോണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ശരിക്കും ഇന്റഗ്രേറ്റ് ചെയ്ത് എത്തേണ്ടുന്നത്. മനസ്സിലായോ? തൊട്ട് മുമ്പത്തെ കേസിൽ നമ്മുടെ കർവ് ട്രാവൽ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാ, അതായത് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഈ കേസിൽ നമ്മുടെ കർവ് ഇവിടുന്ന് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്. എന്ത്? വൈ ഡയറക്ഷനിൽ. സോ അതുകൊണ്ടാണ് ഡി എക്സിന് പകരം ഡി വൈ എടുത്തേക്കുന്നത്. സോ ബേസിക്കലി ദിസ് ഈസ് ദ ട്രൂ ബ്യൂട്ടി ഓഫ് മാത്സ്. എന്താണ് കോസ് തീറ്റ എന്നുള്ളത്, എന്താണ് സൈൻ തീറ്റ എന്നുള്ളത് നമ്മളിത് ഇന്റഗ്രേഷൻ വെച്ച് ഡിഫൈൻ ചെയ്ത് കാണിച്ചു തന്നു. എങ്ങനെ ടോട്ടൽ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം എന്നുള്ള ഇക്വേഷനും തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ താങ്ക് യു.